വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ പിന്നെയും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, ഒരുപാടൊന്നും ലേറ്റ് ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടോട്ടോ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സിൽക്ക് ടച്ചിൻ്റെ. പിന്നെ ഒരു ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രയിൽ മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വേൾഡിൽ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേൾഡിൽ ചെയ്ത വേറൊരു കാര്യം, അത് ഈ ഒരു ക്രീപ്പർ ഫാമാണ്. ഇതിൻ്റെ പുറകെയായിരുന്നു കഴിഞ്ഞ 1-2 ദിവസമായിട്ട്. കാര്യം ഈ റിസോഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്ത് അങ്ങനെ ലാസ്റ്റ് എന്തായാലും ഉണ്ടാക്കി. ഈ ഒരു ക്രീപ്പർ ഫാമിൽ ക്രീപ്പർ മാത്രമല്ല, സ്പൈഡർ നല്ലോണം സ്പോൺ ആവുന്നുണ്ട്. അത് ഞാൻ തെറ്റായിട്ടും ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ ട്യൂട്ടോറിയൽ കണ്ട പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് സ്പൈഡർ സ്പോൺ ആവുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ലിങ്ക് ഇതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ക്രീപ്പർ ഫാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കി ഉണ്ടാക്കിയാൽ മതി. കണ്ടതേ അതിൽ കൂടെ പോണ്. ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് കണ്ട കണ്ണ് കണ്ട 2 എണ്ണം ഉണ്ട് അവിടെ. ഇവന്മാരൊക്കെ അത് കറക്റ്റ് കൊണ്ട് കേട്ടാ. ഞാൻ ഒരു ഊഹത്തിനടിച്ചാണ്. അവനെയും കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വേൾഡിൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ആർമറിലോട്ട് നല്ലൊരു ട്രിം ആഡ് ചെയ്യണം. ഓക്കെ, നല്ലൊരു ട്രിം ആഡ് ചെയ്യണം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു വാർഡ് ആർമർ ട്രിം എന്ന് പറയുന്ന ഈ ഒരു ട്രിമ്മാണ്. ഈ ഒരു ട്രിം നമുക്ക് ഡീപ്പ് ഡാർക്കിലാണ് കണ്ടുവരുന്നത്. ഞാൻ ഇത് ഒരു പ്രാവശ്യം ലഷ്കേവി പോയായിരുന്നു. ലഷ്കേവിൻ്റെ അടുത്തുനിന്നെന്തോ ആണ് എനിക്ക് ഈ ഒരു ട്രിം കിട്ടിയത്. അപ്പോൾ ഈ ട്രിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ട്രിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊബിൾഡ് ഡീപ് സ്ലേറ്റ് മതി. ഓക്കെ, അതെൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ചധികം ഡയമണ്ടും കൂടി വേണം. എൻ്റെ കയ്യിൽ കുറച്ച് ഡയമണ്ട് എവിടെയോ ഉണ്ടായിരുന്നു. ഓക്കെ, 50 ഡയമണ്ട് ഉണ്ട്. ഇത് തന്നെ മതിയാവും തോന്നുന്നു. ഈ ഒരു 50 ഡയമണ്ട് തന്നെ മതിയാവും തോന്നുന്നു. നമ്മുടെ ലാപ്പാട് ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പം 1 2 3 4. ഓക്കെ, മൊത്തം നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റി വെച്ചേക്കാം. ബാക്കി 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 4 എണ്ണവും നമ്മുടെ ഈ ഒരു ആർമറിലോട്ട് ഇനി ആഡ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ അകത്ത് കളറും കൂടി കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു കളറ്, നമ്മുടെ ഈ നെതറൈറ്റ് ആർമർ എന്ന് പറയുന്നത് അത് ബ്ലാക്ക് ആണ്. അപ്പം നമുക്ക് ഈ ഒരു കോട്ട്സ് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ കോട്ട്സ് വൈറ്റ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇറച്ചി നിൽക്കുമായിരിക്കും. ഓക്കെ, അത് തന്നെ കണ്ടോ. അപ്പോൾ ആ ഒരു ട്രിം നല്ലോണം ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു ട്രിം ഈ കോട്ട്സ് ആഡ് ചെയ്യുമ്പം എടുത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബൂട്ട് ഉണ്ടാക്കി, ഒരു ലെഗീൻസ് ഉണ്ടാക്കി, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇനി പതിയെ ഇട്ട് തുടങ്ങാം. ബൂട്ടിട്ട്, ലെഗിൻസ് ഇട്ട്, ഇനി അടുത്തത് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്. ഈ ഒരു കോട്ട്സ് നമുക്ക് യൂസ് ചെയ്യണ്ടായിരുന്നു. കാര്യം ഇത് ഭയങ്കരമായിട്ട് ഇറച്ചിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് പാണ്ട് പിടിച്ച പോലത്തെ ഒരു ലുക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ മതി, കിടന്നുറങ്ങിയേക്കാം. ഓക്കെ, ഞാനിപ്പോൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കാണാനായിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഞാനല്ലേ ഇട്ടിരിക്കുന്ന സീനായിരിക്കും. പിന്നെ നമ്മൾ ഇതേപോലെ ടോട്ടവും കാര്യങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ റെയ്ഡ് വിളിച്ചത് ഈ ഒരു വില്ലേജിലല്ല, നമ്മുടെ സ്ട്രോങ് ഹോൾഡുള്ള വില്ലേജില്ല. ആ സ്ട്രോങ് ഹോൾഡ് ഇരിക്കുന്ന ആ ഒരു വില്ലേജിൻ്റെ അവിടെയാണ് ഞാൻ ഈ ഒരു റെയ്ഡ് വിളിച്ച് കൊണ്ടുപോയി ലാസ്റ്റ് നമ്മൾ തന്നെ റെയ്ഡ് ജയിച്ചത്. അത് തന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാനൊരു എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഷൾക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാലിയാണ്. ആപ്പാട് ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സാധനങ്ങളുള്ളത്. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടോ ഉണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, 2 എലൈട്ര ഉണ്ട്. 2 എലൈട്ര ഞാനത് പിന്നെ തപ്പിപ്പോയി എടുത്തത്. ഓക്കെ, അങ്ങനെ 2 എലൈട്രയും ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ ടോട്ടോ ഉണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഗോൾഡൻ ക്യാരറ്റിന് നമുക്കിപ്പോൾ ലാവിഷാണ്. ഗോൾഡൻ ക്യാരറ്റ് നമുക്കിപ്പോൾ ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ 5 ടോട്ടോ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം പൊട്ടി. ഇനി ബാക്കി 4 എണ്ണം അതിൻ്റെ അകത്ത് ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അങ്ങനെ മൊത്തം എൻ്റെ കയ്യിൽ ഇപ്പം 4 ടോട്ടോ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിതൊന്നും ക്രിയേറ്റീവ് ഇട്ടൊന്നും അല്ല എടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ആ ഒരു ട്രിം കാണുമ്പോൾ ആ ഒരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് ഇട്ടൊന്നും അല്ല എടുത്തത്. ഞാനത് എപ്പോഴാണ് അങ്ങോട്ട് പോയെന്നറിയത്തില്ല. എവിടെ മറ്റേ എന്തായിരുന്നു എൻ്റെ പേര്, പുല്ല് മറന്നുപോയി. ഡീപ്പ് ഡാർക്ക് ഡീപ്പ് ഡാർക്കിലോട്ട് ഞാൻ എപ്പോഴാണ് പോയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല.
ഞാനത് വാർഡനെ നോക്കി പോയതല്ല. ഞാൻ മിക്കവാറുമേ ലഷ് കേവിലോട്ട് പോയതായിരിക്കും. ലഷ് കേവില് ഞാൻ ഇതേപോലെ കയറിയായിരുന്നു. അപ്പം വല്ലതും എനിക്ക് ആ ഒരു ട്രിമ്മ് കിട്ടിയതായിരിക്കും. അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ലഷ് കേവിൻ്റെ അടുത്ത് തന്നെ ഒരു ഡീപ്പ് ഡാർക്ക് ഉള്ളതുപോലെ എനിക്ക് ചെറിയൊരു ഓർമ്മ. അങ്ങനെ വല്ലതും കിട്ടിയതായിരിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയി എടുക്കണമെന്ന് വിചാരിച്ച് പോയി എടുത്തേ ആയിരിക്കത്തില്ല. വാർഡ് ആർമർ ട്രിം അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെയും 3 കൂടി ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഐ ആർമർ ട്രിമ്മാണ് ഞാൻ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഞാൻ ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എനിക്ക് മറ്റേ നമ്മുടെ എൻഡ് സിറ്റിയിൽ പോയി ഞാൻ ഇതേപോലെ ലൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അകത്തുണ്ട്. ഇല്ല ഇതിൻ്റെ അകത്തില്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ ഒരു ക്രീപ്പർ ഫാമിന് വേണ്ടി ബ്ലോക്ക് മൈൻ ചെയ്യാൻ പോയതാണ്. കുറേ ബട്ടൺ ബാക്കി വന്നു. ഇതൊക്കെ ഇനി എന്ത് ചെയ്യാനാണോ? അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അകത്തുള്ള പോർട്ടൽ നമ്മൾ ഇതേപോലെ നെതറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഫുള്ള് മറ്റേ പിഗ്ലിൻസ് ആണ്, മൊത്തം പിഗ്ലിൻസ്. ഞാൻ അവിടുത്തെ ജസ്റ്റ് ഒരു പാത്ത് ഒരുക്കിയിട്ട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തിട്ടൊന്നുമില്ല. ഇനി എല്ലാം പതിയെ സെറ്റ് ആയിക്കൊണ്ടും കൊണ്ടുവരണം. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഓഫ് ക്യാമിൽ ഇരുന്നാണ് കൂടുതലും കളിക്കുന്നത്. ഞാൻ മെയിനായിട്ടും ഓഫ് ക്യാമിൽ ഇരുന്ന് തന്നെയാണ് കളിക്കുന്നത്. ഈ പാത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ആദ്യം 3 ബ്ലോക്ക് വിട്ടുണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൻ്റെ ഇവിടെ 5 ബ്ലോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 5 ബ്ലോക്ക് വിട്ടാണ് ഞാൻ ഈ ഒരു പാത്ത് ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ മൊത്തം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഇവിടെ ഫുള്ളൊന്ന് ക്ലിയർ ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഹൈറ്റ് വല്ലതും കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് ഓവറാണ്. ഇവിടുത്തെ ബ്ലോക്ക് കുറച്ച് ഓവറാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്ലിയർ ആക്കി നമുക്ക് അവിടെയൊക്കെ വേണം ചെറിയ ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇനി കൊണ്ടുവരാനായിട്ട്. നമുക്കിനി ഒരു നല്ല സ്റ്റോറേജ് ഉണ്ടാക്കണം. അതാണ് എൻ്റെ അടുത്ത പണി, നല്ലൊരു സ്റ്റോറേജ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വേൾഡിൽ ചെയ്തു തീർക്കാനാണെങ്കിൽ ഇനി കുറേ പണിയുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു സ്ഥലം ഫുള്ള് എനിക്ക് ക്ലിയർ ആക്കണം. അതൊരു ചെറിയൊരു മല പോലെയാണ് ഇരിക്കുന്നത്. അത് മൊത്തം എനിക്കൊന്ന് വടിക്കണം. അതെല്ലാം ഒന്ന് വടിച്ചു മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആ ഒരു സ്ഥലമൊക്കെ ഇനി ആക്കി കൊണ്ടുവരണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇനിയും ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.